സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. അടിയനിതാ ദേവാ അടിയനിതാ
ദൈവം മനുഷ്യന് നൽകിയ മംഗല സന്ദേശമാണ് ബൈബിൾ അഥവാ വേദപുസ്തകം. പ്രപഞ്ച സൃഷ്ടാവായ ദൈവമാണ് വേദപുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ. ആത്മീയ സത്യങ്ങളുടെ സ്വർണ്ണഖനിയായ ബൈബിളിന് പുതിയ നിയമം, പഴയ നിയമം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. മാറ്റുള്ള വിലയുള്ള വേദപുസ്തകം മനുഷ്യരെ മനം തിരിച്ചിട്ടുള്ളതുപോലെ വേറെ ഏതെങ്കിലും ഒരു പുസ്തകം ആരെങ്കിലും മനം തിരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തീർത്തും തികച്ചും പറയാനായിട്ട് സാധിക്കും. വേദപുസ്തകം വായിക്കുവേൻ, പഠിക്കുവേൻ. വേദപുസ്തകം നിങ്ങളുടെ ഓരോരുത്തരുടെയും ബലഹീനന്റെയും ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന് നമ്മൾ വേദപുസ്തക ഐക്യമായി രൂപാന്തരപ്പെടുവാൻ ദൈവം സംഗതിയാക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന ആധികാരിക മുദ്രയുള്ള ബൈബിളിലെ ദൈവവചനങ്ങൾ ദാഹാർത്തരായ സത്യാന്വേഷകർക്ക് ജീവജലവും അറിവിന്റെ വറ്റാത്ത ഉറവിടവുമാണ്. സത്യത്തിന്റെയും ചരിത്രത്തിന്റെയും അംഗീകാരമുള്ള ഏക ഗ്രന്ഥം, മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ ഗ്രന്ഥമായ വേദപുസ്തകം ഒരേ ദൈവത്തെ വെളിപ്പെടുത്തുകയും ഒരേ രക്ഷണ്യ പദ്ധതിയുമായി മനുഷ്യനെ ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു. അറുപത്തിയാറ് ഗ്രന്ഥങ്ങളുടെ ഒരു സമാഹാരമാണ് ബൈബിൾ. ഇതിൽ 39 പുസ്തകങ്ങൾ പഴയ നിയമത്തിലും ബാക്കി 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിലും അടങ്ങിയിരിക്കുന്നു. അപ്പോക്രിഫ പ്രൊട്ടസ്റ്റന്റ് സഭകൾ അംഗീകരിച്ചിട്ടില്ല. പാപിയായ മനുഷ്യനെ പിന്തുടരുന്ന ആർദ്രമായ ദൈവശബ്ദം ബൈബിളിന്റെ താളുകളിൽ നിരന്തരം മുഴങ്ങുന്നു. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ദൈവിക കരുതലിന്റെ വിൽപത്രമാണ് വിശുദ്ധ പുസ്തകം. ദൈവത്തെ മനുഷ്യൻ അറിയുന്നതിനും അനുഭവമാക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ടതായ ഒരു മുഖാന്തരമാണ് വേദപുസ്തകം. ഈ വേദപുസ്തകം പല കാലങ്ങളിലായി പല ആളുകൾ
ദൈവദർശനം ലഭിച്ചവർ, ദൈവത്തിൻ്റെ ഉൾപ്രേരണ കൊണ്ടവർ, അവർ എഴുതിയതായ പുസ്തകങ്ങളും ലേഖനങ്ങളും ഒരുമിച്ച് ചേർത്ത് സഭ വരും കാലത്ത് സഭയുടെയും സഭാജനങ്ങളുടെയും വളർച്ചയ്ക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളതാണ്. ഭാഷാന്തരത്തിനും തർജിമയ്ക്കും തർജിമകളുടെ പുതുമയ്ക്കുമായിട്ട് ബൈബിൾ സൊസൈറ്റി പ്രത്യേക പരിപാടികൾ സ്വീകരിച്ച് പുതിയ തർജ്ജമകൾ നടത്തുന്നുണ്ട്. അതല്ലാതെ തന്നെ വ്യക്തികളും സമൂഹങ്ങളും പുതിയ തർജ്ജിമകൾ, പ്രത്യേകിച്ച് പഠനത്തിന് സഹായമായ വിധത്തിൽ ഉള്ള തർജ്ജിമകൾ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെയും ഓരോ സംഭാവനകളുമുണ്ട്. അതിനെയൊക്കെ മനസ്സിലാകാൻ ആളുകൾ സ്വീകരിപ്പാനും അത് ഉപയോഗിപ്പാനും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ദാവീദ്, ശലോമോൻ എന്നീ രാജാക്കന്മാരും ദാനിയേൽ, നെഹമ്യാവ് തുടങ്ങിയ രാജ്യതന്ത്രജ്ഞന്മാരും മോശെ, എസ്ര, യിരെമ്യാവ് എന്നിവരെ പോലെയുള്ള പുരോഹിത പ്രവാചകരും പൗലോസ്, ലൂക്കോസ് തുടങ്ങിയ ബുദ്ധിജീവികളും ഭിഷഗ്വരന്മാരും പത്രോസ്, മത്തായി, മർക്കോസ് എന്നിവരെ പോലെയുള്ള സാധാരണക്കാരും തിരുവചനത്തിന്റെ ഗ്രന്ഥകർത്താക്കളിൽ ഉൾപ്പെടുന്നു. ഏകദേശം 1500 പരം വർഷങ്ങൾ കൊണ്ട് 60 പരം തലമുറകളിലൂടെ വനാന്തരങ്ങളിലും തടവറകളിലും കൊട്ടാരങ്ങളിലും മരുഭൂമിയിലും ഇരുന്ന് 40-ലധികം എഴുത്തുകാർ ചമച്ച ഈ ഗ്രന്ഥ സമുച്ചയത്തിന് അമ്പരപ്പിക്കുന്ന ദൈവനിയോഗവും നിയന്ത്രണവും ദർശിക്കുവാൻ സാധിക്കും. ഒന്ന് മറ്റൊന്നിനെ ഖണ്ഡിക്കാത്ത ഉള്ളടക്കമാണ് ബൈബിളിന്റെ സവിശേഷത. ആദിയിൽ ദൈവം എന്ന വചനത്തോടെ വേദപുസ്തകം ആരംഭിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിനു മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി. ഉഷസ്സുമായി. 1-ാം ദിവസം. ലോക സൃഷ്ടിയെക്കുറിച്ചുള്ള സമഗ്രവും ആധികാരികവുമായ വിവരണം ബൈബിളിന്റെ ആദ്യ പുസ്തകത്തിൽ കാണാം. മാനുഷിക പരിമിതികൾക്കപ്പുറം ദൈവിക അധികാരം ഉള്ളവരായിരുന്നു ബൈബിളിന്റെ എഴുത്തുകാർ. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് യേശു നൽകുന്ന ഈ അധികാരം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കാം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ക്രൈസ്തവ സമൂഹങ്ങളിൽ എത്ര ഗ്രന്ഥങ്ങൾ ബൈബിളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ഏക അഭിപ്രായങ്ങളല്ല. എന്നാൽ അത് വിവിധ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്നുള്ളതിൽ തർക്കമില്ല. ഏതാണ്ട് 1000 വർഷങ്ങൾ കൊണ്ടാണ് ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ
വിപരീതമായിട്ടുള്ളത്. അനേക ഗ്രന്ഥകാരന്മാർ, ലേഖനകർത്താക്കൾ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവ നിവേശിതരായി ദൈവത്തിൻ്റെ വചനം അവർ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ മനുഷ്യൻ്റെ പ്രത്യേകമായ സംസ്കാരങ്ങളും ജീവിത സങ്കല്പങ്ങളും പാരമ്പര്യങ്ങളും ചരിത്രങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിലെ വിവിധ ഗ്രന്ഥങ്ങളിലെ വൈവിധ്യം അതാണ്. എന്നാൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ആവിഷ്കരണം എന്ന നിലയിൽ അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ആ ഒരു സത്യം ഉടനീളം നാം ബൈബിളിൽ കാണുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യ എഴുത്തുകാരൻ മോശയാണ്. മോശയുടെ കാലത്തിനു മുമ്പ് തന്നെ എഴുത്തു സമ്പ്രദായം ആരംഭിച്ചിരുന്നു. പുരാതന സംസ്കാര കേന്ദ്രങ്ങളായിരുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങളിൽ അധിവസിച്ചിരുന്ന ജനപദങ്ങൾ കളിമൺ ഫലകങ്ങളിലായിരുന്നു എഴുതിയിരുന്നത്. BC 15-14 ശതകങ്ങളിൽ പാലസ്തീൻ, സിറിയ പ്രദേശങ്ങളിൽ കളിമൺ ഫലകങ്ങൾ പ്രചാരത്തിലായി. ഈജിപ്ത് എന്ന് നാം അറിയുന്ന മിസ്രയും പുരാതന കാലത്ത് സാംസ്കാരികമായി വളരെയധികം പുരോഗമിച്ചിരുന്നു. മോശെ 10 കൽപ്പനകൾ കൽഫലകങ്ങളിൽ എഴുതിയാണ് നിയമപ്പെട്ടകത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്നത്. ക്രിസ്തുവിന് 10 ശതകങ്ങൾക്ക് മുമ്പ് മുതൽ എഴുതുവാൻ ആട്ടിൻതോൽ ശുദ്ധി ചെയ്തെടുത്ത് ഉപയോഗിച്ചിരുന്നു. എഴുതിയ ശേഷം അവ ചുരുളുകളാക്കി ഭദ്രമായി സൂക്ഷിക്കും. 2-3 അടി മുതൽ 100 അടി വരെ നീളമുള്ള തുകൽ ചുരുളുകളാണ് യഹൂദന്മാർ തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. യഹൂദന്മാരുടെ പള്ളികളിൽ അഥവാ സിനഗോഗുകളിൽ തോൽ ചുരുളുകളിൽ എഴുതിയ പഴയ നിയമം ഇന്നും ഭദ്രമായി സൂക്ഷിച്ചു പോരുന്നു. പാപ്പിറസ് ചുരുളുകളിലും വേദപുസ്തകം എഴുതിയിരുന്നു.
നൈൽ നദീതീരങ്ങളിൽ വളരുന്ന ഞാങ്ങണ വർഗത്തിലുള്ള പാപ്പിറസ് ചെടിയുടെ തണ്ടുകൾ നീളത്തിൽ മുറിച്ചെടുത്ത് 2-3 പോളകൾ ഒന്നിച്ചു ചേർത്താണ് പാപ്പിറസ് ചുരുളുകൾ ഉണ്ടാക്കിയിരുന്നത്. AD 140-ലും 150-ലും എഴുതിയ പാപ്പിറസ് കയ്യെഴുത്ത് പ്രതികൾ ലഭ്യമായിട്ടുണ്ട്. പാപ്പിറസിനും അതിൽ എഴുതപ്പെട്ട സമാഹാരത്തിനും ബിബ്ലോസ് എന്ന പേര് കിട്ടി. കടലാസ്, പുസ്തകം എന്നീ അർത്ഥങ്ങളുള്ള ബിബ്ലിയോൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന പദം ഉടലെടുത്തത്. ബൈബിൾ ദ ബുക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. പുസ്തകം എന്ന അർത്ഥം വരുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ. അതാണ് വിശുദ്ധ വേദപുസ്തകം. എബ്രായ ഭാഷയിലുള്ള ആദ്യ കൃതിയായ ബൈബിളിലെ പഴയ നിയമത്തിന് യഹൂദ മതത്തിന്റെയും ക്രിസ്ത്യാനിത്വത്തിന്റെയും ഉറവിടവും തായ്വേരും എന്ന നിലയിലുള്ള സ്ഥാനം അദ്വിതീയമാണ്. മിസ്രയീമിലെ രാജകൊട്ടാരത്തിൽ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിത്തീർന്ന മോശയാണ് ഉൽപ്പത്തി ചരിത്രം മുതൽ ന്യായപ്രമാണ ചരിത്രം വരെ രചിക്കുവാൻ ദൈവം നിയോഗിച്ചത്. ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന 430 വർഷം ഉൾപ്പെടെ 2700 വർഷത്തെ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം. മോശയുടെ കാലം മുതൽ BC 400 വരെയുള്ള 1000 വർഷക്കാലത്തിനകം പഴയ നിയമം പൂർണ്ണമായും രചിക്കപ്പെട്ടു. ഉൽപ്പത്തി മുതൽ എസ്തേർ വരെയുള്ള 17 ചരിത്ര പുസ്തകങ്ങളും ഇയ്യോബ് മുതൽ ഉത്തമഗീതം വരെയുള്ള 5 പദ്യകൃതികളും യെശയ്യാവ് മുതൽ മലാഖി വരെയുള്ള 17 പ്രവചനങ്ങളും ഉൾപ്പെടെ 39 പുസ്തകങ്ങൾ പഴയ നിയമത്തിൽ അടങ്ങിയിരിക്കുന്നു. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിനു മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. പഴയ നിയമം മാത്രമേ യഹൂദ സഭ അംഗീകരിച്ചിട്ടുള്ളൂ. പഴയ നിയമത്തിലെ ഒടുവിലത്തെ പ്രവാചകനായ മലാഖിയുടെ കാലം മുതൽ ക്രിസ്തുവിന്റെ ജനനം വരെയുള്ള ഏകദേശം 400 വർഷക്കാലം നിശബ്ദതയുടെ നൂറ്റാണ്ടുകൾ എന്ന് വിളിക്കപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവിക അരുളപ്പാടുകളും പ്രവചനങ്ങളും ഉണ്ടായില്ല. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. നൂറ്റാണ്ടുകളുടെ നിശബ്ദതയ്ക്ക് ശേഷം അഗ്നിനാവുള്ള യോഹന്നാൻ സ്നാപകന്റെ ഉജ്ജ്വല സന്ദേശം ലോകം കേട്ടു. വിശുദ്ധ യോഹന്നാൻ ലോകരക്ഷകനായ മശിഹായെ ചൂണ്ടിക്കാണിച്ചു. പഴയ നിയമം എഴുതുന്നതിനും കൂട്ടിച്ചേർക്കപ്പെടുന്നതിനും പല നൂറ്റാണ്ടുകൾ വേണ്ടിവന്നുവെങ്കിലും പുതിയ നിയമം എഴുതുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും 1 ശതകം മാത്രമേ വേണ്ടിവന്നു. യേശുവിന്റെ അപ്പോസ്തലന്മാരിൽ ഏറ്റവും അവസാനം ജീവിച്ചിരുന്ന യോഹന്നാന്റെ അന്ത്യത്തിനു മുമ്പ് പുതിയ നിയമത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. വേദപുസ്തകം ലോകത്തിൻ്റെ അനേക സ്ഥലങ്ങളിൽ വരുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ വേദപുസ്തകം പരിചയമായിരുന്നു. വേദപുസ്തകത്തോട് വളരെയേറെ അനുഭാവം കാണിച്ച് വളർന്നു വന്ന ഒരു ക്രിസ്തീയ സമൂഹമാണ് കേരളത്തിലുള്ളത്.
ഈ വേദപുസ്തകം കേരളത്തിൽ വന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട്. വിശുദ്ധ തോമാസ് ലീഹ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാരെങ്കിലും ഇവിടെ കൊണ്ടുവന്നോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ പുരാതനമായ ചില രേഖകൾ നോക്കിയാൽ എഡേസായുടെ സഭയിൽ നിന്നാണ് വേദപുസ്തകം ഇവിടെ വന്നത് എന്ന ഒരു വ്യാഖ്യാനമുണ്ട്. ബർദൈസാൻ, ടൈറ്റാൻ തുടങ്ങിയ വലിയ എഡേസായിലെ പണ്ഡിതന്മാരെ വേദപുസ്തകം സുറിയാനി ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് സംസാരിച്ചതായ ആ ഭാഷയിൽ തന്നെ. വേദപുസ്തകത്തിന് ഹെഡിങ് കൊടുത്തത് എഡേസായിലെ സഭയാണ്. ഓരോ ആശയങ്ങൾ, ഓരോ സംഭവങ്ങൾ പ്രത്യേകമായിട്ടെടുത്ത് ദേവാലയങ്ങൾ വായിക്കുന്നതിനും ഞായറാഴ്ചകൾ ഉപയോഗിക്കുന്നതിനും സഹായിക്കത്തക്കവണ്ണം എഡേസായിലെ പിതാക്കന്മാർ അതങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് സുറിയാനി കുടിയേറ്റക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതായ ഒരു വലിയ സംഭാവനയാണ്. വേദപുസ്തകം ഇന്ന് നമുക്ക് പല ഭാഷകളിലുണ്ട്. സുവിശേഷങ്ങൾ, ചരിത്രം, പൗലോസിന്റെ ലേഖനങ്ങൾ, പൊതുലേഖനങ്ങൾ, പ്രവചനം എന്നിങ്ങനെയായി പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. AD 50-നും 100-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് പുതിയ നിയമത്തിന്റെ രചന പൂർത്തിയാക്കിയത്. ലൂക്കോസ് എഴുതിയ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ആണ് ഏക ചരിത്ര പുസ്തകം. റോമർ മുതൽ ഫിലെമോൻ വരെയുള്ള പുസ്തകങ്ങൾ പൗലോസ് എഴുതിയതാണ്. എബ്രായർ മുതൽ യൂദ വരെയുള്ള പുസ്തകങ്ങൾ പൊതുലേഖനങ്ങളും വിശുദ്ധ യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകവുമാണ്. വേദപുസ്തകത്തിന്റെ പഴയ നിയമം എഴുതപ്പെട്ട എബ്രായ ഭാഷയോ പുതിയ നിയമം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയോ ഇന്ന് സാർവത്രികമായി ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിലും ആ ഭാഷകളിൽ എഴുതപ്പെട്ട ബൈബിൾ ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് ലോകഭാഷകളിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഗ്രന്ഥം ബൈബിളാണ്. ലോകത്തിലെ ഏകദേശം 6500 ഭാഷകളിൽ 2212 ഭാഷകളിലേക്ക് വേദപുസ്തകം പൂർണ്ണമായോ ഭാഗികമായോ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിന്റെ വിവിധ ഭാഷാന്തരങ്ങൾക്ക് ഒട്ടേറെ ഖ്യാതി ലഭിക്കുകയും ചെയ്തു. അവയിൽ പ്രധാനപ്പെട്ടതാണ് സെപ്റ്റ്വജന്റ് ഭാഷാന്തരം. ഇത് പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയാണ്. യേശുവും അപ്പോസ്തലന്മാരും ആദിമസഭയും ഉപയോഗിച്ചിരുന്ന വേദപുസ്തകം സെപ്റ്റ്വജന്റ് പരിഭാഷയാണ്. സെപ്റ്റ്വജന്റ് എന്ന ഗ്രീക്ക് പദത്തിന് 70 എന്നാണ് അർത്ഥം. യഹൂദ പ്രവാസകാലത്ത് ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന ടോളമിയുടെ നിർദ്ദേശപ്രകാരം 70 പണ്ഡിതന്മാർ 70 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ പരിഭാഷ എന്ന അർത്ഥത്തിലാണ് ഇതിന് സെപ്റ്റ്വജന്റ് പരിഭാഷ എന്ന് പറയുന്നത്. സിറിയയിലെ സഭ യഹൂദന്മാരുടെ എബ്രായ വേദപുസ്തകം മിഷണറി പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്നതിനു വേണ്ടി സിറിയൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു. സിറിയൻ പ്രഷിത്ത എന്നാണ് ഈ പരിഭാഷ അറിയപ്പെടുന്നത്. വിശുദ്ധ ജെറോം AD 382 ആരംഭിച്ച് 405 പൂർത്തിയാക്കിയതാണ് ലാറ്റിൻ വൾഗേറ്റ് എന്ന ലളിതമായ മറ്റൊരു ബൈബിൾ ഭാഷാന്തരം. വൾഗേറ്റ് എന്നാൽ പൊതു ഉപയോഗത്തിനുള്ളത് എന്നാണ് അർത്ഥം. മധ്യനൂറ്റാണ്ടുകളിൽ ലാറ്റിൻ വൾഗേറ്റ് ബൈബിളിന്റെ ആധികാരിക ഭാഷ്യമായി അംഗീകരിക്കപ്പെട്ടു. 15-ാം നൂറ്റാണ്ടുവരെ ലാറ്റിൻ വൾഗേറ്റ് എന്ന ബൈബിൾ ഭാഷാന്തരത്തിന്റെ 8000-ലധികം കയ്യെഴുത്തു പ്രതികൾ യൂറോപ്പിലെ സന്യാസ ആശ്രമങ്ങളിൽ പ്രചാരത്തിലിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ പാരീസ് യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതന്മാർ പരിഷ്കരിച്ച ജെറോമിന്റെ ലാറ്റിൻ വൾഗേറ്റ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ഗുട്ടൻബർഗ്
തന്റെ പ്രസിൽ ആദ്യമായി അച്ചടിച്ചത്. ഈ പരിഭാഷ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ബൈബിളായി അംഗീകരിക്കുകയുണ്ടായി. AD 674 മുതൽ 735 വരെ ജീവിച്ചിരുന്ന വെനറബിൾ ബീഡ് എന്ന ഭക്തനായിരുന്നു ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ബൈബിളിന്റെ പരിഭാഷ ആരംഭിച്ചത്. യോഹന്നാന്റെ സുവിശേഷം വെനറബിൾ ബീഡ് പരിഭാഷപ്പെടുത്തി. AD 807 മുതൽ 901 വരെ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന ആൽഫ്രഡ് രാജാവ് 10 കൽപ്പനകളും പുറപ്പാട്, അപ്പോസ്തല പ്രവൃത്തികൾ എന്നീ പുസ്തകങ്ങളും വെനറബിൾ ബീഡ് രചിച്ചിരുന്ന ലാറ്റിൻ സഭാചരിത്രവും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. സ്റ്റീഫൻ ലാങ്ടൺ ആണ് AD 1228 ബൈബിൾ അധ്യായങ്ങളായി തിരിച്ചത്. R. നാഥാൻ AD 1448 പഴയ നിയമം വാക്യങ്ങളായി തിരിച്ചു. പുതിയ നിയമം വാക്യങ്ങളായി തിരിച്ചത് AD 1551 റോബർട്ട് സ്റ്റെഫാനസ് ആയിരുന്നു. ബൈബിൾ മുഴുവനായി അധ്യായങ്ങളായും വാക്യങ്ങളായും തിരിച്ച ജനീവ ബൈബിൾ AD 1560 പ്രസിദ്ധീകൃതമായി. ജർമ്മൻ ഭാഷയിലേക്ക് വേദപുസ്തകം ആദ്യമായി പരിഭാഷപ്പെടുത്തിയത് മാർട്ടിൻ ലൂഥർ ആയിരുന്നു. AD 1521 പുതിയ നിയമവും 1534 പഴയ നിയമവും മാർട്ടിൻ ലൂഥർ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ഈ ജർമ്മൻ ബൈബിളുകൾ നവീകരണ പ്രസ്ഥാനത്തിന് ഊർജം പകർന്നു നൽകി. 14-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടും യൂറോപ്പും ഭയങ്കരമായ ആത്മീയ അന്ധകാരത്തിൽ അധപതിച്ചു. ഇംഗ്ലണ്ടിലെ എഡ്വേർഡ് മൂന്നാമൻ രാജാവും പാർലമെന്റും മാർപ്പാപ്പായ്ക്ക് കപ്പം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതോടെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമായി. ജനങ്ങളുടെ ജ്ഞാനദൃഷ്ടികൾ തുറക്കണമെങ്കിൽ അവരുടെ കരങ്ങളിൽ തുറന്ന വേദപുസ്തകം എത്തിക്കേണ്ടതാണെന്നുള്ള ചിന്താഗതി ഇതോടെ ശക്തമായി തീർന്നു. ഈ കാലഘട്ടത്തിലാണ് ബാലിയോൾ കോളേജിലെ പ്രൊഫസറായിരുന്ന ജോൺ വിക്ലിഫ് നവീകരണ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ജെറോമിന്റെ ലാറ്റിൻ വൾഗേറ്റ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താൻ ശ്രമിച്ച വിക്ലിഫിനെ സഭ അനുകൂലിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ബൈബിൾ പരിഭാഷ നിർവഹിച്ച മറ്റൊരു പണ്ഡിതനാണ് വില്യം ടിൻഡെയിൽ. ബൈബിൾ വിവർത്തനം നിരോധിക്കപ്പെട്ടതിനാൽ ടിൻഡെയിൽ 1524 യൂറോപ്പിലേക്ക് ഓടിപ്പോയി. AD 1536 പുതിയ നിയമവും 4 വർഷത്തിനു ശേഷം പഞ്ചഗ്രന്ഥങ്ങളും ഇദ്ദേഹം പരിഭാഷപ്പെടുത്തി. പഴയ നിയമം എബ്രായ ഭാഷയിൽ നിന്നും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ് ടിൻഡെയിൽ പരിഭാഷപ്പെടുത്തിയത്. ബൈബിൾ ഭാഷാന്തരം ചെയ്തു എന്ന കുറ്റത്തിന് ടിൻഡെയിലിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും 1536 ഒക്ടോബറിൽ ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. ദൈവമേ, രാജാവിന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ടിൻഡെയിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ബൈബിൾ പരിഭാഷപ്പെടുത്തി എന്ന കുറ്റത്തിന് ടിൻഡെയിലിനെ വധശിക്ഷയ്ക്ക് വിധിച്ച രാജാവ് 3 വർഷം കഴിഞ്ഞപ്പോൾ അതേ വേദപുസ്തകം ഇംഗ്ലണ്ടിൽ പ്രകാശനം ചെയ്യുന്നതിന് അനുമതി നൽകി. ജർമ്മൻകാരനായ യോഹന്നാസ് ഗുട്ടൻബർഗ് അച്ചടി വിദ്യ കണ്ടുപിടിച്ചത് ബൈബിൾ പ്രസിദ്ധീകരണ പ്രക്രിയയ്ക്ക് വളരെ സഹായകരമായി തീർന്നു. മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിൽ യൂറോപ്പിൽ ആരംഭിച്ച നവീകരണ പ്രസ്ഥാനം അരനൂറ്റാണ്ടിനകം ഭൂഖണ്ഡത്തിന്റെ 1/3 ഭാഗം കീഴടക്കി. ഇംഗ്ലണ്ടിൽ എലിസബത്ത് രാജ്ഞിയുടെ ഭരണത്തിൻ കീഴിൽ ലഭിച്ച അനുകൂല സാഹചര്യങ്ങളിൽ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം അതിശീഘ്രം വ്യാപിക്കുകയുണ്ടായി. പ്യൂരിറ്റൻ പ്രസ്ഥാന നേതാവായിരുന്ന ജോൺ റെയ്നോൾഡ്സ് 1000 പേർ ഒപ്പിട്ട ഒരു നിവേദനം ജെയിംസ് ഒന്നാമൻ രാജാവിന് നൽകുകയുണ്ടായി. കുറിപ്പുകളും വ്യാഖ്യാനങ്ങളുമില്ലാത്ത ആധികാരികമായ ഒരു ഇംഗ്ലീഷ് ബൈബിൾ വേണം എന്നതായിരുന്നു പ്യൂരിറ്റൻസിന്റെ ആവശ്യം. അതേ തുടർന്ന് ബൈബിളിന്റെ പുതിയ ഒരു ഭാഷ്യം തയ്യാറാക്കുന്നതിനു വേണ്ടി 54 വേദ പണ്ഡിതരടങ്ങിയ ഒരു സമിതിയെ രാജാവ് നിയോഗിച്ചു. മുമ്പുണ്ടായിട്ടുള്ള എല്ലാ ഇംഗ്ലീഷ് പരിഭാഷകളും ലാറ്റിൻ വൾഗേറ്റും സിറിയക് പെഷീത്തയും പരിശോധിച്ചുകൊണ്ട് ഈ സമിതി തയ്യാറാക്കിയ ആധികാരിക ഇംഗ്ലീഷ് ബൈബിൾ
1611 പ്രകാശനം ചെയ്തു. കിങ് ജെയിംസ് ബൈബിൾ എന്ന പ്രസ്തുത ആധികാരിക ഇംഗ്ലീഷ് വേദപുസ്തകത്തെ ഇംഗ്ലീഷ് ഭാഷയിലെ മഹാത്ഭുതം എന്നാണ് ഭാഷാ പണ്ഡിതർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പ്രസിദ്ധീകൃതമായ അതേ വർഷം തന്നെ കിങ് ജെയിംസ് ബൈബിളിന്റെ 3 പതിപ്പുകൾ കൂടി പുറത്തിറങ്ങി. 400ഓളം വർഷങ്ങളായി കിങ് ജെയിംസ് ബൈബിൾ ഭാഷാന്തരങ്ങളുടെ മുഖ്യസ്ഥാനത്ത് പ്രതിഷ്ഠിതമായിരിക്കുന്നു. 1952 റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ പുറത്തിറക്കിയപ്പോൾ ആ വർഷം തന്നെ അതിന്റെ 40 ലക്ഷം കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. ബൈബിളിന്റെ ആധികാരികത അനിഷേധ്യമാംവിധം തെളിയിക്കുന്നതാണ് ചാവുകടൽ ചുരുളുകൾ. 1947 മുഹമ്മദ് അധിബ് എന്ന ഒരു ഇടയ ബാലൻ യാദൃശ്ചികമായാണ് ഖുംറാൻ പ്രദേശത്തു നിന്നും ചാവുകടൽ ചുരുളുകൾ കണ്ടെത്തിയത്. കാണാതെ പോയ ഒരു ആടിനെ അന്വേഷിച്ച് നടന്ന ഇടയ ബാലൻ ഒരു ഗുഹയ്ക്കുള്ളിൽ ചില കളിമൺ ഭരണികൾ കണ്ടെത്തി. അതിനുള്ളിൽ തോൽ ചുരുളുകൾ അടക്കം ചെയ്തിരുന്നു. കൃത്രിമ ബുദ്ധികൾ ചമച്ച അബദ്ധ പ്രബന്ധങ്ങളാണ് ബൈബിൾ എന്ന് വാദിച്ചു പോന്നവരുടെ മൊഴിമുട്ടിക്കുന്ന ഒരു സുപ്രധാന രേഖയാണ് ചാവുകടൽ ചുരുളുകൾ. ക്രിസ്തുവിന് 100ഉം 175ഉം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ചാവുകടൽ ചുരുളുകൾ ലോകത്തിൽ കണ്ടെടുത്തിട്ടുള്ളതിലേക്കും പഴക്കമേറിയതും ചരിത്ര സത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നവയുമാണ്. ഈ ചാവുകടൽ ചുരുളുകൾ ജെറുസലേമിൽ ഷ്രൈൻ ഓഫ് ദ ബുക്ക് എന്ന മ്യൂസിയത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പത്തൊൻപതാം നൂറ്റാണ്ടിനു മുമ്പും ബൈബിൾ വിവർത്തനത്തിന് ചില ഒറ്റപ്പെട്ട സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. AD 1715 ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷണറി എന്നറിയപ്പെട്ടിരുന്ന ബെർത്തലോമിയോ, സീഗൻബർഗ് എന്നീ മിഷണറിമാർ തമിഴിൽ പുതിയ നിയമം പ്രസിദ്ധീകരിച്ചു. ബംഗാളി ഭാഷയിലും ബൈബിളിന്റെ വിവർത്തനമുണ്ടായി. AD 1799 വില്യം കേറി എന്ന മിഷണറിയായിരുന്നു ബംഗാളിയിൽ ആയി പുതിയ നിയമം പ്രസിദ്ധീകരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറി പ്രസ്ഥാനമാണ് ബൈബിൾ സൊസൈറ്റി. AD 1811 ഇന്ത്യ ബൈബിൾ സൊസൈറ്റി നിലവിൽ വന്നു. AD 1806 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചാപ്ലൈൻ ആയിരുന്ന ഡോക്ടർ ക്ലോഡിയസ് ബുക്കാനൻ കേരളം സന്ദർശിക്കുകയുണ്ടായി. അന്ന് മലയാള നാട്ടിലെ ക്രിസ്ത്യാനികൾക്ക് മലയാള ബൈബിൾ ഉണ്ടായിരുന്നില്ല. അന്നത്തെ മെത്രാപ്പോലിത്ത ആയിരുന്ന വലിയ ദിവന്നാസിയോസ് ഡോക്ടർ ബുക്കാനനെ ഹാർദവുമായി സ്വീകരിക്കുകയും താൻ അമൂല്യനിധിയായി സൂക്ഷിച്ചു പോന്ന സുറിയാനി ബൈബിളിന്റെ കയ്യെഴുത്തു പ്രതി അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. അക്കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന 55 സുറിയാനി പള്ളികളിലും ഓരോ മലയാള വേദപുസ്തകം ഉണ്ടാകണമെന്നും സഭാവിശ്വാസികൾ അതിൽ നിന്നും പകർത്തി എഴുതി ഉപയോഗിക്കണമെന്നും ഡോക്ടർ ബുക്കാനൻ താൽപര്യപ്പെട്ടു.
മലങ്കര മെത്രാപ്പോലിത്തയുടെ നിർദ്ദേശപ്രകാരം കായംകുളം ഫിലിപ്പോസ് റമ്പാന്റെയും പുലിക്കോട്ടിൽ ജോസഫ് കത്തനാരുടെയും നേതൃത്വത്തിലാണ് ബൈബിളിന്റെ മലയാള പരിഭാഷ ആരംഭിച്ചത്. 1807 4 സുവിശേഷങ്ങളുടെ പരിഭാഷ പൂർത്തിയാക്കുകയും ഇതിന്റെ കയ്യെഴുത്തുപ്രതി ബോംബെയിൽ കൊണ്ടുപോയി മലയാള അച്ചുകൾ നിർമ്മിച്ച് കൊറിയർ പ്രസിൽ അച്ചടിപ്പിക്കുകയും ചെയ്തു. AD 1811 പ്രസിദ്ധപ്പെടുത്തിയ ഈ പരിഭാഷയാണ് ആദ്യത്തെ മലയാളം ബൈബിൾ. കോട്ടയത്തുള്ള CMS പ്രസിലും സെറാംപൂർ കോളേജിലും ലണ്ടനിലെ ബൈബിൾ ഹൗസിലും ആദ്യത്തെ മലയാളം ബൈബിളിന്റെ ഓരോ പ്രതി സൂക്ഷിച്ചിട്ടുണ്ട്. ബൈബിൾ കാലാനുസൃതമായിട്ട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ക്രമീകരിക്കേണ്ടത് ഇന്നത്തെ ഒരു ആവശ്യമാണ്. ബൈബിളിൽ കൂടെയുള്ള സ്നേഹത്തിൻ്റെ സന്ദേശം ലോകത്തെ അറിയിക്കുവാൻ എല്ലാ ക്രിസ്ത്യാനികളും ബാധ്യസ്ഥരാണ്. ഈ സ്നേഹം ക്രിസ്ത്യാനികളെ മാത്രം സ്നേഹിക്കുന്ന സ്നേഹമല്ല, ലോകത്തെ മുഴുവനായിട്ട് സ്നേഹിക്കുന്ന സ്നേഹമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ വേദപുസ്തകത്തിന് അനേകം പരിഭാഷകൾ ഉണ്ട്, അനേകം എഡിഷൻസ് ഉണ്ട്. മലയാളത്തിൽ വളരെയധികം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് യുവജനങ്ങൾ ബൈബിൾ മനസ്സിലാകത്തക്ക വിധത്തിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ബൈബിൾ ഉണ്ടാകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ബൈബിളിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അധാർമികതയിൽ നിന്ന് ധാർമ്മികതയിലേക്കും നിരീശ്വരത്തിൽ നിന്ന് ഈശ്വര വിശ്വാസത്തിലേക്കും നയിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള സന്ദേശമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വേദപുസ്തകം എല്ലാ ഭവനങ്ങളിലും ഉണ്ടായിരിക്കണം. എല്ലാവരും വേദപുസ്തകം വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, വേദപുസ്തകത്തിലെ മെസ്സേജ് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് തയ്യാറാകുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രസിഡന്റ് റീഗൻ പറഞ്ഞൊരു വാചകം ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അമേരിക്ക ഇന്നായിരിക്കുന്ന ധാർമ്മിക അധപ്പതനത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് രക്ഷ നേടാൻ സാധിക്കണമെങ്കിൽ കം ബാക്ക് ടു ദ ബൈബിൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ യുവതലമുറ ധാർമ്മിക അധപ്പതനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ബൈബിളിലേക്ക് മടങ്ങി വരേണ്ടത് കാലത്തിൻ്റെ ഒരാവശ്യമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കോട്ടയം വൈദിക സെമിനാരിയിലെ പ്രിൻസിപ്പൽ ആയിരുന്ന ബെഞ്ചമിൻ ബെയ്ലി, മോസസ് ഇസാർഫദി എന്ന യഹൂദ പണ്ഡിതന്റെയും തമിഴ് ബ്രാഹ്മണനായ വൈദ്യനാഥന്റെയും ചാത്തുമേനോൻ എന്ന സംസ്കൃത പണ്ഡിതന്റെയും തമിഴ് പണ്ഡിതനായ തിമ്മപിള്ളയുടെയും സഹായത്തോടെ എബ്രായ ഭാഷയിൽ നിന്നും ബൈബിൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പുതിയ നിയമത്തിന്റെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കി. ബെയ്ലി തന്നെ തടികൊണ്ട് ഒരു അച്ചടി യന്ത്രവും നിർമ്മിച്ചു. AD 1829 പുതിയ നിയമവും 1842 സമ്പൂർണ്ണ വേദപുസ്തകവും മലയാള ഭാഷയിൽ ബെയ്ലി പ്രസിദ്ധീകരിച്ചു. ബെയ്ലിയുടെ തടിയിൽ നിർമ്മിച്ച അച്ചടി യന്ത്രം കോട്ടയത്ത് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഇക്കാലത്ത് തന്നെ 18 ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരുന്ന ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റിന്റെ പരിശ്രമ ഫലമായി പഴയ നിയമം എബ്രായ ഭാഷയിൽ നിന്നും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ നിന്നും പരിഭാഷപ്പെടുത്തി. 1859 സമ്പൂർണ്ണ വേദപുസ്തകം മലയാളത്തിൽ ലഭ്യമായി. ഹെർമൻ ഗുണ്ടറ്റിന്റെയും ബെയ്ലിയുടെയും മലയാള ഭാഷാ ശൈലിയിലെ വ്യത്യസ്തതകൾ ബൈബിൾ വിവർത്തനങ്ങളിൽ നിഴലിച്ചു നിന്നു. ഗുണ്ടറ്റിന്റെ വിവർത്തനം വടക്കൻ കേരളത്തിൽ പൊതുവെ സ്വീകാര്യമായിരുന്നു. ബൈബിൾ സൊസൈറ്റിയുടെ മദ്രാസ് ഓക്സിലറി മുൻകൈയെടുത്ത്
1871 ഒരു ഏകീകൃത മലയാളം ബൈബിളിനു വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു. മലയാള വേദപുസ്തക പരിഷ്കരണാർത്ഥം 1871 ഒരു കമ്മിറ്റി നിയമിതമായി. ഗുണ്ടത്തിന്റെയും ബെയ്ലിയുടെയും മലയാള ഭാഷാന്തരങ്ങളെ അവലംബിച്ചുകൊണ്ട് പൊതുവെ സ്വീകാര്യമായ മലയാള ഭാഷാശൈലിയിൽ മലയാള വേദപുസ്തകം പരിഷ്കരിച്ചു. 1880 പുതിയ നിയമവും 1910 സമ്പൂർണ്ണ ബൈബിളും പ്രസിദ്ധീകൃതമായി. ഇന്ന് നാം ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകം അങ്ങനെയാണ് ലഭ്യമായത്. AD 1894 ബൈബിളിന്റെ കത്തോലിക്ക വിവർത്തനമുണ്ടായി. 1934 മാണിക്കത്തനാർ ബൈബിൾ പരിഭാഷപ്പെടുത്തുകയുണ്ടായി. ഓശാന ബൈബിൾ 1983 പ്രസിദ്ധീകൃതമായത്. കുറിപ്പുകളോടുകൂടിയ ദാനിയേൽ ബൈബിൾ, ഇന്ത്യ ബൈബിൾ സൊസൈറ്റിയുടെ വിശുദ്ധ വേദപുസ്തകം, ഭാരത് ബൈബിൾ സൊസൈറ്റിയുടെയും പ്രീമിയർ ബൈബിൾസിന്റെയും വേദപുസ്തകങ്ങൾ തുടങ്ങിയ നിരവധി പുതിയ ഭാഷാന്തരങ്ങൾ കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വിശദമായ കുറിപ്പുകൾ സഹിതമുള്ള ഫുൾ ലൈഫ് സ്റ്റഡി ബൈബിൾ ഏറ്റവും ഒടുവിലായി പ്രകാശനത്തിന് തയ്യാറായി വരുന്നു. ഭാരതത്തിൽ ഇന്ന് നിലവിലുള്ള 1652 ഭാഷകളിൽ 46 ഭാഷകളിൽ ബൈബിൾ മുഴുവനായും, 140 ഭാഷകളിൽ പുതിയ നിയമവും, 73 ഭാഷകളിൽ ബൈബിൾ ഭാഗികമായും വിവർത്തനം ചെയ്തിട്ടുണ്ട്. തിരുവെഴുത്തുകൾ ദൈവിക വെളിപ്പെടുത്തലുകളാണ്. ദൈവം സ്വയം വെളിപ്പെടുത്താതെ പരിമിതിയുള്ള മനുഷ്യന് ദൈവത്തെ ദർശിക്കാനാവുകയില്ലല്ലോ. ദൈവത്തിന്റെ മനസ്സും ഹിതവും പദ്ധതിയും മനുഷ്യനുമായി കൂട്ടായ്മ പുലർത്താനുള്ള തന്റെ ആഗ്രഹവും സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് വേദപുസ്തകം ആരംഭിക്കുന്നു. ജീവനും ചൈതന്യവും പകർന്നു തരുന്ന വേദപുസ്തകത്തിലെ ദൈവവചനങ്ങൾ ജീവസത്യമാണ്. മനുഷ്യന്റെ ജീവിതത്തിന് മാർഗദർശിയാണ്. ക്രിസ്ത്യാനികൾക്ക് ജീവൽ പ്രധാനമായ ബൈബിൾ സഭാജീവിതത്തെയും കുടുംബജീവിതത്തെയും ധന്യമാക്കുന്നു. ഇത്രയേറെ സ്നേഹാദരപൂർവം മനുഷ്യൻ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന മറ്റൊരു ഗ്രന്ഥമുണ്ടാവില്ല. വളരെയധികം വിമർശന വിധേയമായിട്ടുള്ള വേദപുസ്തകത്തിനെതിരെ നൂറ്റാണ്ടുകളായി ആയുധമേന്തിയ അക്രമികൾ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട്. ആശയപരമായി ബൈബിളിനെ തകർക്കാൻ ഒരുമ്പെട്ടിറങ്ങിയ വോൾട്ടയർ എന്ന വിപ്ലവകാരി ബൈബിളിന് 6 വർഷമാണ് ആയുസ് വിധിച്ചത്. വോൾട്ടയർ മരിച്ച് 50 വർഷത്തിനകം അയാളുടെ വീടും പ്രസ്സും ബൈബിൾ അച്ചടിച്ച് സൂക്ഷിക്കാനായി ജനീവ ബൈബിൾ സൊസൈറ്റി ഏറ്റെടുത്തു. നിരീശ്വരവാദികളും ദാർശനികരും വേദവിരോധികളും ഭരണകർത്താക്കളും ബൈബിളിനെതിരെ അഴിച്ചുവിട്ട ആക്രമണത്തെ അതിജീവിച്ച ദൈവത്തിന്റെ പുസ്തകമായ ബൈബിൾ കാലാതീതമായി നിലനിൽക്കുന്നു. ദൈവത്തിന്റെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല. അവിടുത്തെ വായല്ലോ കൽപ്പിച്ചത്, അവിടുത്തെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. The Holy Land, though a small state in size, has played a significant role in human history. This is the land where lie the ruins of the world's most ancient civilizations. Some of the most important sites here include the Golden Dome of the Rocks, the Church of the Holy Sepulchre,
which was built by Queen Helena during the 4th century in remembrance to the crucifixion and resurrection of Christ. And the Western Wall, the ruin of the massive western porch that once surrounded the temple, which is also the most holy place for Jews today. The Mount of Temptations. After returning from Jordan, Jesus went 40 days of fasting here. He was tempted by the devil during this time. 2 sites were built during the 12th century to recall this story. One is a cave on the side of the cliff, and the other is at the summit. Jericho is situated near the River Jordan, which enters the Dead Sea. According to the Bible, this is the place where Jesus gave sight to Bartimaeus, and also it is here where Zacchaeus, the short tax collector, climbed a sycamore tree so that he could see Jesus. The offshoot of the sycamore tree is still here. The Church of the First Feeding of the Multitude at Tabgha. Tabgha, which is situated near the Sea of Galilee, is the place where Jesus fed 5,000 with 5 loaves of bread and 2 fish. On the stone, which served as the altar of the church built here, there is a mosaic of a basket of loaves flanked by 2 fish, which symbolizes the miracle. There are 2 churches commemorating 2 well-known events in the life of Jesus: multiplication of the loaves and fish, and his 3rd appearance to his disciples after the resurrection. The Sea of Galilee. Jesus began to preach the Word of God from here. He spent most of his time teaching and performing miracles here. Jesus called Peter, Andrew, James, and the other apostles to be fishers of men, healed a leper, spoke to the multitudes from Peter's boat, commanded a violent storm to be still, walked on water, and healed great multitudes. A boat ride in the Sea of Galilee will remind us of our Lord's journey through the same waters, reassuring us that He is there throughout our trials and tribulations, guiding and strengthening us. The Via Dolorosa, or the Way of Sorrow, is the traditional path Jesus took on the fateful journey from his condemnation by Pontius Pilate to the crucifixion at Calvary. The 14 stations route winds its way along the ancient Antonia Fortress, a large barrack for Roman soldiers in the time of Jesus, to the Church of the Holy Sepulchre. Station 1. Jesus was condemned to death. The Chapel of Ascension. This is the place on the Mount of Olives where Jesus ascended into heaven, and his last footprints are still seen. This holy site is visited by thousands of pilgrims every day. The Dead Sea. This sea has the most salt-saturated water in the world. It contains no animal life. The Dead Sea is full of solids and has unique healing properties. Water does not flow here, and no body will sink.
It is believed that the curse of the Lord to Sodom and Gomorrah caused the Dead Sea. Our journey through the Holy Land, the place where Abraham, David, and Jesus trod through, has come to an end. Did you hear the call resonating in your ears? Follow me, I will make you fishers of men. മഹത്വത്തിൻ അധിപതിയാ